3-ാം അധ്യായം 1-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ വളരെ ലളിതമായി നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ ആശയങ്ങളെ നാം വീണ്ടും ആഴത്തിൽ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അവ ഒട്ടും തന്നെ എളുപ്പമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലുള്ളൊരു ആശയമാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നൊരാശയം. സന്തോഷിക്കാൻ തന്നെ പാടാണ്. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നതും അതും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നതും ചിലപ്പോൾ വളരെ പ്രയാസമായി തോന്നും. ലോകത്തിൽ അനേകരുടെ സന്തോഷം അനേക കാര്യങ്ങളിലാണ്. എന്നാൽ അവയൊന്നും യഥാർത്ഥമായ സന്തോഷമല്ല. കാരണം അത്തരം സന്തോഷങ്ങൾ താൽക്കാലികമായതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം വാങ്ങിയാൽ, പുതിയ വസ്ത്രം വാങ്ങിയാൽ, പുതിയൊരു വീട് വെച്ചാൽ അത് പഴകും വരെയുള്ള സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഒരാത്മീകൻ സന്തോഷിക്കേണ്ടത് എന്തിലാണ്? ഒരാത്മീകന്റെ സന്തോഷത്തിന്റെ ആധാരം എന്തൊക്കെയാ? അവയിൽ ചിലത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ തന്നെ നാം കാണുന്നത് കർത്താവിൽ സന്തോഷിക്കുക എന്നൊരു വാക്കാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് വസ്തു കേന്ദ്രീകൃതമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. വസ്തുബന്ധിതമല്ല, ക്രിസ്തുബന്ധിതമാണ്. അങ്ങനെ നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം നമ്മുടെ കർത്താവ് തന്നെയാണ്. യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയ ക്രിസ്തുവിനെ കണ്ടിട്ട് സന്തോഷിച്ചു. നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ ആധാരം നമ്മുടെ കർത്താവ് തന്നെ ആയിരിക്കണം. ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ക്രിസ്തുവിനെ നേടുകയും ക്രിസ്തുവിനെ അറിയേണ്ടവണ്ണം അറിയുകയും ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഫിലിപ്പിയ കാരാഗൃഹം ഒരു തടവറയല്ല, തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന പിതാവിൻ്റെ സന്നിധിയായി അത് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രയാസങ്ങളെ അതിജീവിപ്പാൻ നമ്മെ പരിശീലിപ്പിക്കുന്നത് ഇത്തരം നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം എന്താണെന്നുള്ള തിരിച്ചറിവിലൂടെയാണ്. 85-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ വേണ്ടി, ദൈവജനം ദൈവത്തിൽ ആനന്ദിപ്പാൻ കഴിയണം. അതാണ് ഒരു ആത്മീക വളർച്ചയുടെ പ്രത്യക്ഷമായ ഒരു ലക്ഷണമെന്ന് പറയുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ ഗോശാലയിൽ കന്നുകാലി ഇല്ലെങ്കിലും, അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ പുറപ്പെടുവിച്ചില്ല എങ്കിലും, ഈ ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞാലും എൻ്റെ ഉള്ളം ആനന്ദിക്കുന്നു, രക്ഷയുടെ പാറയിൽ സന്തോഷിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നത് പോലെ നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം നമ്മുടെ കർത്താവായിരിക്കട്ടെ. മറ്റൊരു പ്രശ്നം, ഒരു സന്തോഷത്തിന്റെ ആധാരം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ തെസ്സലോനിക്ക സഭയ്ക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ട്, അതും ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നപ്പോഴും. വലിയ കഷ്ടങ്ങളിലൂടെ ആ സഭ കടന്നു പോകുന്നത്. ബഹുകഷ്ടങ്ങളെന്നാണ് വായിക്കുന്നത്. പക്ഷെ ആ ബഹുകഷ്ടങ്ങളുടെ മധ്യത്തിലും തെസ്സലോനിക്ക സഭയുടെ സന്തോഷത്തിന്റെ ആധാരം അവർ വചനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്നാ വായിക്കുന്നത്. പരിശുദ്ധാത്മാവൻ നമുക്ക് തന്നതും നാം പ്രാപിച്ചതും നമ്മുടെ ആരാധനയ്ക്ക് കൊഴുപ്പ് കൂടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിരാശയ്ക്കടിമപ്പെട്ടു പോകാതെ സന്തോഷിപ്പാൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് പറഞ്ഞ ശേഷം യേശു പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നകലുഷിതമായ ലോകത്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ബഹുകഷ്ടം സഹിക്കേണ്ടി വരുമ്പോഴും പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് പൗലോസ് അപ്പോസ്തലനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ്,
ദൈവവചനത്തിൻ്റെ ആശ്വാസമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരമായ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്. ഇന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തിൽ പറയാം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ഈരണ്ടായിട്ട് ഐക്യപ്പെട്ട ശിഷ്യന്മാർ വിവിധ അത്ഭുതങ്ങൾ ചെയ്ത ശേഷം യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വരുന്നൊരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവർ യേശുവിനോട് തങ്ങളുടെ ശുശ്രൂഷയിൽ കണ്ട അത്ഭുതങ്ങളുടെ വിവരണങ്ങൾ പറയുമ്പോൾ കർത്താവ് അവരെ തിരുത്തുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് 10-ന്റെ 20-ാമത്തെ വാക്യം. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിച്ച അത്ഭുതങ്ങളൊന്നുമല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ സന്തോഷിപ്പീൻ. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത് പോലെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വീര്യപ്രവർത്തികളൊക്കെ ചെയ്തു, പക്ഷേ അവരെ ഞാൻ അറിയുന്നില്ല എന്നുള്ള വാക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് സ്വർഗത്തിൽ പേരുണ്ടോ വലിയ ശുശ്രൂഷയല്ല ഇവിടുത്തെ ചോദ്യം. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ, ഉണ്ടെന്ന് ഉറപ്പിക്കാൻ ഇവിടെ കഴിയുന്നുണ്ടോ എങ്കിൽ അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ സന്തോഷം എന്ന് പറയുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ യഹോവയുടെ പെട്ടകം നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കറവയുള്ള 2 പശുക്കട മീതെ പുതിയൊരു വണ്ടിയിൽ പെട്ടകം വെച്ച് ബത്സേമിലേക്ക് പോയ പശുക്കൾ മടങ്ങി വരുന്ന ഭാഗം കിടപ്പുണ്ട്. പെട്ടകം കണ്ടിട്ട് അവരത്യന്തം സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടെന്ന് തോന്നിയ, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇരിപ്പിടമായ, ദൈവകൃപയുടെ ഇരിപ്പിടമായ പഴനിമത്തിൻ്റെ ആ പെട്ടകത്തിൻ്റെ മടങ്ങിവരവ് ഒരു പറ്റം ജനതയ്ക്ക് ആശ്വാസവും ആനന്ദവുമായി തീർന്നെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ വായിക്കുന്നത് പോലെ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചതുപോലെ വഴിതെറ്റി ഹെരോദാവിൻ്റെ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ തിരിച്ചിറങ്ങി വഴിയറിയാൻ കഴിയാതെ വഴിയാധാരമായി നിൽക്കുമ്പോൾ വഴി കാട്ടി വന്ന നക്ഷത്രം വീണ്ടും വഴിയിൽ നിൽക്കുകയാണ്. മടങ്ങി വരുന്നവരെ കാത്ത് വഴിതെറ്റാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രം കണ്ടപ്പോഴാണ് അവർക്ക് അത്യന്തം സന്തോഷമുണ്ടായത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ട ദൈവകൃപ തിരികെ പിടിക്കുന്നതാകട്ടെ നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുന്നവരായി, കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നവരായി, പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാൻ കഴിയുന്നവരായി, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ സന്തോഷിപ്പാൻ കഴിയുന്നവരായി, നഷ്ടപ്പെട്ട ആത്മീയ ജീവിതത്തെ തിരികെ പിടിച്ച് അതിൽ സന്തോഷിപ്പാൻ കഴിയുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.